ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്നത് ചക്കയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് ചക്ക. ഇപ്പം നാട്ടിൽ ഞങ്ങൾ അവധിക്ക് വന്നു കഴിഞ്ഞപ്പം നമുക്ക് കിട്ടാത്തതിൻ്റെ ഇതുകൊണ്ട് നമ്മൾ കിട്ടുമ്പോൾ അത് നല്ല സൂപ്പറായിട്ട് കഴിച്ച് എൻജോയ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കമൻറ്റും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ കുറേ പച്ചച്ചക്ക തിന്നു. പക്ഷേ ഞാനങ്ങനെ ഈ പച്ചച്ചക്ക തിന്നാൻ ഇഷ്ടമില്ലാത്ത കൂട്ടത്തിലാണ്. പക്ഷേ ഇത് നമുക്ക് കിട്ടുന്ന സാധനമല്ലല്ലോ ഇവിടെ ജർമ്മനിയിൽ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുറച്ച് പച്ചച്ചക്കയൊക്കെ ആദ്യമായിട്ട് തന്നെ തിന്നു കേട്ടോ. അനിയത്തിയാണേ. അപ്പോൾ അവൾ ചോദിക്കുക എൻ്റെ വീഡിയോ എടുക്കുവാണോ എന്ന്. അപ്പോൾ അവൾ അറിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുവാന്ന്. അപ്പം അമ്മച്ചി വന്ന് പറഞ്ഞു അത് ചെയ്യ് ഇത് ചെയ്യ് അങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു തരുന്നതാണ്. ഇനിയും ചക്ക വേണോ വെട്ടണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അനിയത്തിയുടെ ഇളയ മോനാണ്. ചേട്ടായി എന്താണ്ടൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇത് മൂത്ത മോനാണ്. മറ്റേ പെങ്കൊച്ച് ആങ്ങളുടെ കൊച്ചാണ് കേട്ടോ. അപ്പോൾ റയൻ ആദ്യമായിട്ട് ചേട്ടായി അവന് ചക്ക കൊണ്ടു കൊടുക്കുന്ന പച്ചച്ചക്ക തിന്നുന്നതാണ്. ഒരിക്കലും തിന്നിട്ടും ഇല്ല, പച്ചച്ചക്ക കണ്ടിട്ടും ഇല്ല, ഫുള്ള് ചക്കയും കണ്ടിട്ടില്ല. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇപ്രാവശ്യം ചക്ക കാണുന്നതും ചക്ക തിന്നുന്നതൊക്കെ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് ഞങ്ങൾ ചക്കയൊക്കെ വേവിച്ച് ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കി സൂപ്പറായിട്ട് ചക്ക കഴിച്ചു കേട്ടോ. ഇപ്പം കൊച്ചാണെങ്കിൽ അവരാണെങ്കിലും ചോദിക്കും ആൻറ്റി വീഡിയോ ആണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ ഇതിൻ്റെ അകത്ത് പിന്നെ ചോദിക്കുന്നത്. അപ്പം നമ്മൾ ചക്കയൊക്കെ വേവിച്ച് ചക്കയ്ക്ക് പന്നി തേങ്ങ കൊത്തൊക്കെ ഇട്ട് നല്ല പെപ്പർ ഫ്രൈ ഒക്കെ ചെയ്ത് പന്നിയായിരുന്നു. നല്ല സൂപ്പർ ഇറച്ചിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഇരുന്നു. കാരണം എനിക്ക് ചക്ക തിന്നാനുള്ള കൊതി പിടിച്ചാൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇരുന്നു. ചാച്ചനും ചേട്ടായിയും ഞാനും മാത്രമാണ് കേട്ടോ ഇരുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ ഇല ഇങ്ങനെ നിരത്തി ഇട്ടേക്കുന്നേ ഉള്ളൂ. പിന്നെ അച്ചാച്ചൻ അവിടെ കുറച്ച് വൈൻ കടിക്കാൻ നോക്കുന്ന തിരക്കിലാണ്. പിന്നെ നമ്മൾ വാഴയിലക്കകത്താണ് ചക്ക വേവിച്ചത് സെർവ് ചെയ്തത്. കാരണം ഇത്രയും പേർക്ക് പാത്രം കഴുകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എപ്പോഴും എല്ലാവരും കൂടെ കൂടുമ്പോൾ നമ്മൾ വാഴയിലയാണ് ഉപയോഗിക്കാറുള്ളത് വീട്ടിൽ. അങ്ങനെയാകുമ്പം പാത്രം കഴുകാൻ നമുക്ക് ഒഴിവാക്കാമല്ലോ. ടേസ്റ്റ് ചെയ്ത് നല്ല സൂപ്പർ ചക്കയായിരുന്നു കേട്ടോ. ചക്കയ്ക്കകത്ത് തുള്ളി വെള്ളമില്ല. അമ്മച്ചി വെള്ളം കൂടാതെയാണ് ചക്ക വേവിച്ചത്, വെള്ളം ഒഴിച്ചില്ല. അങ്ങനെ സൂപ്പറായിട്ട് ചക്ക വേവിച്ച് നല്ല ടേസ്റ്റുമാണ്. ഒരു രക്ഷയില്ലായിരുന്നു. പറഞ്ഞിട്ടും കഴിച്ചിട്ടും തീരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.